ഉമ്മ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അതിന് വ്യാകരണം കൊടുക്കാൻ, അതിന് മേൽവിലാസം കൊടുക്കാൻ, അതിന് വിശദീകരണം കൊടുക്കാൻ, അതിന് ഏതെങ്കിലും നിലയിലുള്ള അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ലോകത്താർക്കും തന്നെ കഴിയില്ല. എന്നെ കേൾക്കുന്ന കൗമാരക്കാരായ യുവാക്കളായ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, കാത് കൂർപ്പിച്ച് നിങ്ങൾ കേൾക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ഉമ്മയെ സംബന്ധിച്ചാ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, അറിയുമോ? വിശുദ്ധമായ ഖുർആനിന്റെ 3 ആയത്തുകളുണ്ട്. ആ 3 ആയത്തുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ആ 3 ആയത്തുകളും പരസ്പരം ആ 3 ആയത്തുകളിൽ ഒരു ആയത്തിൽ 2 കാര്യം വീതമാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ആ 2 കാര്യങ്ങൾ പരസ്പരം പൂരകങ്ങളാണ്. ഒന്നില്ലെങ്കിലും മറ്റൊന്നില്ല. ഒന്ന് ശരിയാകണമെങ്കിൽ മറ്റത് ശരിയാകണം. ഒന്നാമത്തത് വേണമെങ്കിൽ രണ്ടാമത്തത് ശരിയാകണം. രണ്ടാമത്തത് വേണമെങ്കിൽ ഒന്നാമത്തത് ശരിയാകണം. അങ്ങനെയുള്ള 3 ആയത്തുകളാണ് ഖുർആനിലുള്ളത്. അതിൽ ഒന്നാമത്തേതെന്നറിയോ? ഖുൽ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. പറഞ്ഞു കൊടുക്കൂ നബിയേ, മക്കക്കാരോട്, മദീനക്കാരോട്, ലോകത്തുള്ള വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കൂ നബിയേ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. അല്ലാഹുവിനെ വഴിപ്പെടണം, അവന്റെ ഹബീബിനെയും വഴിപ്പെടണമെന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ആയത്തിൽ അല്ലാഹു 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് റസൂലുള്ളാഹിനെ വഴിപ്പെടുന്ന വിഷയം, ഒന്ന് അല്ലാഹുവിനെ വഴിപ്പെടുന്ന വിഷയമാണ്. അല്ലാഹുവിനെ വഴിപ്പെടുന്ന ഒരാൾ റസൂലുള്ളാഹിനെ വഴിപ്പെട്ടില്ലെങ്കിൽ ആ വഴിപ്പെടൽ അല്ലാഹുക്ക് വേണ്ടത്രേ. അല്ലാഹുവിനെ വഴിപ്പെടുന്ന ഒരാൾ റസൂലുള്ളാഹിനെ അനുസരിക്കാതിരുന്നാൽ ആ അനുസരണം അല്ലാഹുക്ക് വേണ്ടെന്നാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പലരും പറയാറുണ്ട്, എനിക്കെന്റെ അല്ല മതി പോരാ, എനിക്കെന്റെ അല്ല മാത്രം പോരാ. മദീനയുടെ രാജാവ്, മക്കയുടെ ജേതാവ്, കൽബിന്റെ ജേതാവ്, ഹൃദയത്തിന്റെ അംശമേ, കരളിന്റെ കഷ്ണമേ, അല്ലാഹുവിന്റെ ഹബീബേ, നമ്മുടെ വികാരമേ, നമ്മുടെ വിചാരമേ, ലോകത്തിന്റെ മുത്തേ, ആമിനയുടെ പൊന്നുമോനെ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, വസീലത്തുനാ ഫിദ്ദാറൈൻ, റൂഹി ഫിദാ അഹ്മദ് മുജ്തബ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിക്കാത്ത നിസ്കാര തഴമ്പുള്ളവന്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവന്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട. എനിക്ക് റസൂലുള്ളാഹല്ല വലുത്, എനിക്ക് അല്ലാഹുവാണെന്ന് വലുതെന്ന് വിളിച്ചു പറയുന്നവന് നീ കണങ്കാലിന് മുകളിൽ മുണ്ടെടുത്താൽ, നിന്റെ ദാടി എത്രത്തോളം നെഞ്ചത്തം വരെ കിടന്നാലും, എത്ര നിസ്കാര തഴമ്പുണ്ടായാലും റസൂലുള്ളാഹില്ലാതെ നിനക്ക് ദീന് സമ്പൂർണ്ണമല്ല മോനെ. അതുകൊണ്ട് അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ പരസ്പര പൂരകങ്ങളാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റതുള്ളൂ, റസൂലുള്ള ഉണ്ടെങ്കിലേ അല്ലാഹു ഉള്ളൂ എന്നാണ്. ഇനി രണ്ടാമത്തെ ആയത്ത് ഏതെന്നറിയോ? അഖീമുസ്സലാത്ത വആത്തുസ് സകാത്ത്. ഈ ആയത്തിലും 2 കാര്യങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം. ഇന്ന് ചില ആളുകളുണ്ട്, നിസ്കാരം എത്ര വേണോ നിർവഹിക്കും. 5 നേരം നിസ്കാരം കൃത്യമാണ്, ളുഹായും തഹജ്ജുദും കൃത്യമാണ്, ജുമഅയും ജമാഅത്തും വളരെ കൃത്യമാണ്, പെരുന്നാളുകൾ കൃത്യമാണ്, തറാവീഹ് കൃത്യമാണ്, മഴയെ തേടിയുള്ള നിസ്കാരം കൃത്യമാണ്, സൂര്യ ചന്ദ്ര ഗ്രഹണ നിസ്കാരങ്ങൾ കൃത്യമാണ്, മയ്യത്ത് നിസ്കാരം കൃത്യമാണ്, ഇശ്റാഖും അവ്വാബീനും കൃത്യമാണ്. എല്ലാ നിസ്കാരങ്ങളും കൃത്യമായി നിർവഹിക്കും. പക്ഷേ ഒരു നയാ പൈസ പാവപ്പെട്ടവന്റെ അവകാശമായി കൊടുത്തു വിടൂല, അവന്റെ സമ്പത്തിൽ നിന്ന് 1 രൂപ ഇറക്കി വിടൂല. അങ്ങനെയുള്ളവന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. നീ നമസ്കാരം നിർവഹിക്കുന്നവനാണോ, സകാത്ത് കൊടുത്തില്ലെങ്കിൽ നിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. പടപ്പുകളോടുള്ള ബാധ്യതകൾ സമ്പൂർണ്ണമായി പാലിച്ചിട്ട് മതി അല്ലാഹുവിനോടുള്ള എല്ലാ നീതിയും കാണിക്കേണ്ടത്. ഇത് രണ്ടാമത്തെ ആയത്താണ്. ഇനി മൂന്നാമത്തെ ആയത്താണ് നമ്മുടെ വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാണ്, അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നീ ഗുണം ചെയ്യണേ മോനെ, വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും ഗുണം ചെയ്യണേ. സുബ്ഹാനല്ലാഹ്, ഇതെന്തോ ഒരു വാക്കാണെന്നറിയോ, ഇതെത്ര അർത്ഥഗർഭമായ ആശയമാണെന്നറിയോ. അല്ലാഹു പറയുന്നു, അനിഷ്കുർലി, എനിക്ക് നീ ശുക്ർ ചെയ്യണോ, വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കടോ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാ, മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് കാശ് കൊടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് ഏത് പള്ളിയിൽ ചെന്ന് തസ്ബീഹ് മാല എടുത്താൽ, ഓ പടച്ചിറക്കാരാ, നിന്റെ നിസ്കാരം അല്ലാഹു വേണ്ട, നിന്റെ ശുക്ർ പടച്ചോന് വേണ്ട, നിന്റെ തസ്ബീഹുകൾ അല്ലാഹു വേണ്ട. പാവപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതെ അവരോട് പിണങ്ങി കിട്ടി എന്ത് സ്വർഗമാണടാ നിനക്ക് കിട്ടുക? സ്വർഗം വാങ്ങാ പലച്ചിറപ്പള്ളിയുടെ മിമ്പറിന്റെയും മെഹ്റാബിന്റെയും മുന്നിലല്ല പോകേണ്ടത്. നിനക്ക് സ്വർഗം കാണണോ പൊന്നുമോനെ, നീ വീട്ടിൽ ചെന്നിട്ട് നിന്റെ ഉമ്മയുടെ കാല് പിടിക്കുക, ആ കാൽപാദത്തിന്റെ ചുവട്ടില്, ആ കാൽപാദത്തിന്റെ അടിയില് നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം കാണാ. പൊന്നുമോനെ, ഇതെന്റെ വാക്കല്ല. അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാ. ഇന്നേ വരെ ഒരു തമാശയ്ക്ക് പോലെ കളവ് പറയാത്ത, അസത്യത്തിന്റെ ലാഞ്ചനാധരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലെ കടന്നു വരാത്ത മുഖ്ബിറെ സാദിഖേ സാദിഖുൽ അമീനേ നബിയുൽ ഹറമൈ ഇമാമുൽ മുത്തഖി നബിയുൽ സഖലൈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന് ഗുണം ചെയ്യുന്നെങ്കിൽ, അല്ലാഹുവിന് നന്ദി കാണിക്കുന്നെങ്കിൽ, ആ നന്ദി കാണിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറയുന്നു, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കുക, അവരോടും നീ ശുക്ർ കാണിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. ഈ വിഷയം മനസ്സിലായല്ലോ. 3 ആയത്തുകൾ ഖുർആനിലുണ്ട്. ആ 3 ആയത്തുകളിൽ ഓരോ ആയത്തുകളിലും ഈ 2 കാര്യങ്ങളെ ചേർത്ത് പറഞ്ഞു. അതിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അടുത്ത കാര്യം അല്ലാഹുക്ക് വേണ്ടി. നിസ്കാരം ഉള്ള, സക്കാത്ത് ഉള്ളവന്റെ നിസ്കാരം അല്ലാഹുക്ക് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിപ്പെടുന്നവന്റെ വഴിപ്പെടൽ അല്ലാഹുക്ക് മതി. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവന്റെ, നന്ദി കാണിക്കുന്നവന്റെ ആ നന്ദി അല്ലാഹുക്ക് മതി. അല്ലാത്തവന്റെ അല്ലാഹുക്ക് വേണ്ട. അല്ലാഹ് ഗനിയല്ലേ. ഇവിടെ കോവിഡ് വന്നപ്പോൾ എല്ലാ അറബി കോളേജുകളും പൂട്ടി, എല്ലാ യതീംഖാനകളും അടച്ചു, എല്ലാ ബനാത്തും അടച്ചു, എല്ലാ പള്ളികളും അടച്ചു, റൗളാ ശരീഫിലെ പൂട്ടി, പരിശുദ്ധമായ ഹറം പൂട്ടി. ലോകത്ത് ഇന്നേ വരെ ഇല്ലാത്ത ഒരു സംഭവം. എല്ലാം നിശ്ചലമായി. അല്ലാഹുക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും പറ്റിയില്ല. അല്ലാഹു ഗനിയാണ്. ഇതൊന്നും അവന് വേണ്ട. ഇതൊക്കെ നമുക്ക് നന്നാവാൻ വേണ്ടി കിട്ടാൻ. അതുകൊണ്ട് നമ്മുടെ ഗുണവും ശുക്റും നന്ദിയും അല്ലാഹുക്ക് ഒരാവശ്യവും ഇല്ല. അല്ലാഹ് വാങ്ങണമെങ്കിൽ ആദ്യം നിന്റെ വാപ്പാടെ ഉമ്മാടെ നന്മ കാണിച്ചിട്ട് വാ, അവർക്ക് ഗുണം ചെയ്തിട്ട് വാ. എന്താ കാരണം എന്നറിയോ? പച്ച മലയാളത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളെ വാപ്പായും ഉമ്മായും നല്ല സമയത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 10 രൂപ 50 പൈസയുടെ ഒരു ഗുളിക വാങ്ങി കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാവുമോ? എനിക്ക് എന്റെ ഭാര്യയെ കാണാൻ പറ്റുമോ? എനിക്ക് എന്റെ മക്കളെ കാണാൻ പറ്റുമോ? എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുമോ? എനിക്ക് കൊട്ടാരം വെക്കാൻ പറ്റുമോ? എനിക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാകുമോ? ഒന്നുമില്ല. അന്നെന്റെ വാപ്പയും ഉമ്മയും ഞാനെന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു വേണമെന്ന് ചിന്തിച്ചതിന്റെ പേരിലാണ്, അഥവാ നമ്മുടെ ജനനത്തിന് കാരണക്കാരവരായതുകൊണ്ടാണ്. അല്ലാഹുവിന് ശുക്ർ അവൻ സ്വീകരിക്കണമെങ്കിലും മാതാപിതാക്കളോട് ശുക്ർ കാണിക്കണമെന്ന് പറഞ്ഞത്. ഏതുപോലെ സഹാബാക്കളിൽ ഏറ്റവും ബഹുമാനിക്കേണ്ടത് ബദരീങ്ങളെയാണ്. റളിയല്ലാഹു അൻഹും. ബദരീങ്ങളില്ലെങ്കിൽ നമ്മൾ ഉണ്ടാകുമായിരുന്നോ? ആ ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസത്തെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന, ഇന്ന് ഞങ്ങൾ പരാജയപ്പെട്ടു പോയാൽ ഭൂമി ലോകത്തിന് ഇബാദത്ത് എടുക്കാൻ ഒരാളുണ്ടാവൂല. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണം. ബദരീങ്ങൾ അന്ന് യുദ്ധം ചെയ്തതിന്റെ പേരിലാണ് ഇന്ന് തലച്ചിറയിൽ വാള് കിടക്കുന്നത്. അതുകൊണ്ടാണ് അവരോട് ഇത്രയും കടപ്പാട് നമുക്ക്. എന്നതുപോലെ മതപരമായി അവരാണ് നമ്മുടെ കാരണക്കാരെന്നതുപോലെ ജനിക്കാൻ കാരണക്കാരായ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ടും മതി അള്ളാഹുവിന് ഗുണം ചെയ്യൽ. ഇത് ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ്. ഇനി ഒന്ന് നോക്ക്, അല്ലാഹ് പറഞ്ഞു വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിസ്സാ അധ്യായത്തിലാണ്. സ്ത്രീകളാണ് കൂടുതലുള്ളത്. ആ സ്ത്രീകളെ പറ്റിയിട്ടുള്ള ഒരു അധ്യായം സൂറത്തുൻ നിസ്സാ. ചില ആളുകൾ പറയും
പെണ്ണുങ്ങൾക്ക് ദീനിൽ യാതൊരു സ്ഥാനവും ഇല്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, സൂറത്തുൽ റിജാൽ എന്ന് പറയുന്ന ഒരു അധ്യായം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റി പറയാൻ, സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അവർക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, അത് വലിയ അധ്യായങ്ങളിൽ അധ്യായമാക്കി അല്ലാഹു മാറ്റി. സൂറത്തുൻ നിസാ, ആ നിസായിൽ അല്ലാഹു പറയുന്നു, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. ഇവിടെ വഖലാ റബ്ബുക, നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധി പോലെയാണോ? സുപ്രീം കോടതിയുടെ വിധി പോലെയാണോ? ഹൈക്കോടതിയുടെ വിധി പോലെയാണോ? അല്ലെങ്കിൽ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും വിധി പോലെയാണോ? അല്ല. അല്ലാഹു പറഞ്ഞത് വിധിച്ചിരിക്കുന്നു, നമ്മുടെ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്താണ്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അവന്റെ മുന്നിലല്ലാതെ നിങ്ങൾ നമ്രശിരസ്കരാകരുത്. അവരുടെ മുന്നിലല്ലാതെ, അവന്റെ മുമ്പിലല്ലാതെ നിങ്ങൾ ഓച്ചാനിച്ച് നിൽക്കരുത്. അവന്റെ മുന്നിലല്ലാതെ നിങ്ങളുടെ ശിരസ് കുനിക്കരുത്. അവന്റെ മുന്നിലല്ലാതെ നിങ്ങൾ കരങ്ങൾ നീട്ടരുത്. ഇത് പറഞ്ഞ ഉടനെ, തൗഹീദ് പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളുടെ കാര്യം, നിസ്കാരത്തിന്റെ കാര്യമില്ല, നോമ്പിന്റെ കാര്യമല്ല, സക്കാത്തിന്റെ കാര്യമല്ല. അപ്പൊ ഗൗരവത്തിൽ നിങ്ങൾ എന്റെ വിഷയത്തിലോട്ട് ഞാൻ കയറുകയാണ്. അപ്പൊ അത്രയും ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും വലിയ ഒരു കാര്യമാണ് ഉമ്മ അല്ലെങ്കിൽ വാപ്പ. വിഷയം ഉമ്മ ആയതുകൊണ്ട് തന്നെ വാപ്പയും ഉമ്മയും, പാവം നമ്മുടെ വാപ്പയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? എല്ലാരും ഉമ്മ 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 എന്ന് പറയുമ്പോഴും വാപ്പയെ മറന്നു പോവാൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാപ്പയുടെ കാര്യം പറഞ്ഞങ്ങ് പോകും, തൊട്ട് തലോടിയിട്ടങ്ങ് പോകും. വാപ്പയുടെ കാര്യം, ഉമ്മയുടെ കാര്യമാണ് മാസ്റ്റർ. നമ്മുടെ ഏറ്റവും കാതലായത് ഉമ്മയാണ്. നിങ്ങൾ നോക്കി ശ്രദ്ധയോടെ ഇരിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് തരട്ടെ. ഒന്നാമതായി നമ്മൾ സൂക്ഷിക്കേണ്ടത് ഉമ്മയോട് സംസാരിക്കുന്നത് സൂക്ഷിക്കുക. ഞാൻ വിഷയത്തിലോട്ട് കയറിയിരിക്കാണ്. ഉമ്മയോട് സംസാരിക്കുന്നത് സൂക്ഷിക്കുക. എന്തുകൊണ്ട്? ആ ഉമ്മയല്ലേ മക്കളായ നമുക്ക് സംസാരം പഠിപ്പിച്ചത്? ഉമ്മയല്ലേ നമ്മുടെ മുന്നിൽ വന്നിട്ട് മോനെ തറാന്ന് പറ, പനാന്ന് പറ, മോനെ ആനയെന്ന് പറ, ആമയെന്ന് പറ, ആ എന്ന് പറ. ഇതൊക്കെ നമുക്ക് അക്ഷരങ്ങൾ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്ക് പറയാൻ നമുക്ക് സഹായിച്ച് നമ്മളെ അക്ഷരം പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മയാണെങ്കിൽ അല്ലാഹു പറയുന്നു, ഫലാ ഫഖുല്ലഹുമാ ഉഫ്, മോനെ നീ നിന്റെ ഉമ്മയോട് ഛേ എന്നൊരു വാക്ക് പറയല്ലേ. ഉമ്മയോട് ഛേ എന്ന ഒരു വാക്ക് നീ പറയല്ലേ. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ മുഫസ്സിരീങ്ങൾ അതിന്റെ അടിയിൽ വന്ന് പറഞ്ഞിരുന്നെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ വാക്ക് ഉഫ് എന്ന വാക്ക് അത് ഏറ്റവും താഴെ തട്ടിലുള്ള വാക്കാണ്. അതിന് താഴെ മറ്റൊരു വാക്കില്ല. ആ വാക്ക് പോലും നിന്റെ ഉമ്മയോട് വാപ്പയോട് നീ പറയരുത്. എന്താ ഉഫിനെന്ന വാക്കിന്റെ അർത്ഥമെന്നറിയോ? ഉമ്മയുടെ മുന്നിൽ കടിച്ചു കീറാമെന്നുകൊണ്ട് എന്ന് പറയലല്ല. ഉമ്മ എന്തെങ്കിലും പറയുമ്പോ നിങ്ങളത് ചെയ്യണ്ടായിരുന്നല്ലോ, അത് മോശമായി പോയല്ലോ ഉമ്മ, ആശയാണ്. ആശ എന്ന വാക്കാണ്, അല്ലാതെ അതല്ല. പിന്നെയോ നിങ്ങൾ എന്തിനാ ചെയ്തത്? നിങ്ങളത് ചെയ്യണ്ടായിരുന്നല്ലോ. അതുപോലും നിങ്ങൾ പറയരുത്. നിങ്ങൾക്കറിയോ മഹാനായ ഇമാം ഔൻ റളിയല്ലാഹു തആല അൻഹു, മഹാന്മാരെ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എന്റെ പ്രസംഗത്തിലുടനീള സഹാബത്തിന്റെ കഥകൾ പറയൂ, മഹാരഥന്മാരായ ഔലിയാക്കളുടെ കഥ പറയൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മയുമായി ബന്ധപ്പെട്ട ഓരോ കഥകളും നിങ്ങൾ കേൾക്കുക. എന്നിട്ട് ഇന്നത്തെ രാത്രി മാറ്റത്തിന്റെ മാറ്റൽ സൃഷ്ടിക്കുന്ന രാത്രിയാകട്ടെ, പരിവർത്തനത്തിന്റെ പടകുത്തുനി മുഴക്കുന്ന രാത്രിയാകട്ടെ. ചരിത്രം പറയാൻ ആളുണ്ട്, പറയിപ്പിക്കാൻ ആളുണ്ട്, കേൾക്കാനും ആളുണ്ട്. പക്ഷെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. അതേ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തലച്ചിറയുടെ മണ്ണില് മറ്റൊരു ചരിത്രം കുറിക്കാൻ വേണ്ടി നിൽക്കുന്ന നാളത്തെ സുപ്രഭാതം പൊട്ടിവിടർന്നിട്ട് അസ്തമയ സൂര്യൻ പടിഞ്ഞാറൻ കോണിൽ അസ്തമിക്കുമ്പോ, സൂര്യന്റെ കിരണങ്ങൾ പടിഞ്ഞാറൻ കോണിൽ അസ്തമിക്കുന്ന സമയത്ത് ഇവിടെ പരിശുദ്ധമായ ഉസ്മാനിയ ഹിഫ്ളുൽ കോളേജിന്റെ ഉദ്ഘാടനം
ഉദ്ഘാടന ശൈഖുനാ KP അബൂബക്കർ ഹളറത്തുന്ന കേരളം കണ്ട ഏറ്റവും വലിയ വിനയത്തിന്റെ പ്രതീകമായ എന്റെ അഭിവന്ദനായ ഇരിക്കുന്ന എല്ലാവരുടെയും ഉസ്താദായ മഹാനായ ഉസ്താദ് KP ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അനുഗ്രഹീതമായ സദസ്സ് മറ്റൊരു ചരിത്രം കുറിച്ചുകൊണ്ടൊരു നയാ പൈസ പോലും ഇവിടെ ബക്കറ്റ് കളക്ഷൻ അല്ലാതെ മറ്റൊന്നുമില്ലാതെ വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മനോഹരമായ പന്തല് വിധാനിച്ച് അതിനകത്തിരുത്തിയിട്ട് ഫാനിന്റെ കാറ്റിന്റെ ചുവട്ടില് മനോഹരമായി 2 മണിക്കൂർ വയല് കേൾക്കാനിരിക്കുന്നു. ഇതൊരു ചരിത്രത്തിന്റെ മാറ്റലിയാകട്ടെ, ഇത് പരിവർത്തനത്തിന്റെ പളഹധ്വനിയാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രി തീരുമാനമെടുക്കണം. പിണങ്ങി കഴിയുന്ന ഉമ്മമാരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് മാപ്പ് പറഞ്ഞിട്ട് കാൽക്കൽ വീണു മക്കളെ. ഉമ്മയെ ബഹുമാനിക്കാതെ, ഉമ്മയെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് സ്വർഗ്ഗം അല്ലാഹു തരൂല. ഇബ്നു മഹാനായ ഇമാം ഔൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? ആരാണ് ഇമാം ഔൻ എന്നറിയുമോ? അത് ബസറയിലെ പണ്ഡിതനാണ്. ബസറയിലെ മഹാപണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനാണ് ഇമാം ഔൻ റളിയല്ലാഹു അൻഹു. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഇമാം ഔനിനെ സംബന്ധിച്ച് പറഞ്ഞതെന്തെന്നറിയോ? മാ റഅയ്തു മുസല്ലിയൻ മിസ്ലാ, ഇതുപോലെ നിസ്കരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. ഇമാം ഔനിനെ പോലെ നിസ്കാരമുള്ള ഒരാളെ മഖ്ലൂക്കിനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. അത്രയും വലിയ നിസ്കാരക്കാരനാണ്, അത്രയും വലിയ നമസ്കാരക്കാരനാണ് മഹാനായ ഇമാം ഔൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് ഒരു ദിവസം ഉമ്മ വിളിക്കുകയാണ്, മോനെ ഔനേ. ആരുടെ കഥയാണ് പറയുന്നത്? ബസറയിലെ മഹാപണ്ഡിതന്റെ കഥയാ. ഇബ്നു മുബാറക് തങ്ങളുടെ ഭാഷയില് അദ്ദേഹം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നമസ്കാരക്കാരനാ. അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ വീഴുന്ന ഏറ്റവും അഗ്രഗണ്യനായ, ഏറ്റവും നിപുണനായ, ഏറ്റവും ഒന്നാമനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിനെ ഉമ്മ വിളിച്ചു, മോനെ ഔനേ. ആ മകന്റെ വിളിക്കുത്തരം, ആ ഉമ്മയുടെ വിളിക്കുത്തരം മകൻ കൊടുത്തത് എങ്ങനെയെന്നറിയോ? ഉറച്ച ശബ്ദത്തിലായി പോയി. ഉമ്മയുടെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദത്തിലാ മകൻ മറുപടി കൊടുത്തു. ഉമ്മ ചോദിച്ച, ഉമ്മ വിളിച്ച വിളിക്ക് മകൻ മറുപടി കൊടുത്തപ്പോൾ ബസറയിലെ പണ്ഡിതന്റെ മറുപടി ഉച്ചത്തിലായി പോയി, ഉറക്കയായി പോയി. ഉമ്മാടെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദമായി പോയി എന്നതിന്റെ പേരില് മനസ്സിന് സഹിക്കാൻ പറ്റാറ്, താങ്ങാൻ പറ്റാറ് എന്റെ ഉമ്മയോട് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചല്ലോ. ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? എന്റെ ഉമ്മയുടെ പൊരുത്തം എനിക്ക് കിട്ടിയാലും നീ പൊറുക്കില്ലല്ലോ അല്ലോ. ഉമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കഥയല്ല, ഉമ്മയുടെ മുഖത്തടിച്ച കഥയല്ല, ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് മോശമായ വർത്തമാനം പറഞ്ഞ കഥയല്ല. പിന്നെയോ ഉമ്മ വിളിച്ചപ്പോൾ, വിളിക്കുത്തരം കൊടുത്തപ്പോൾ ഉമ്മാടെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദമായി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഇബ്നു മുബാറക് തങ്ങൾ ഏറ്റവും വലിയ നിസ്കാരക്കാരനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ബസറയിലെ മഹാപണ്ഡിതനായ ഇമാം ഔൻ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്നറിയോ? പെട്ടെന്ന് തന്നെ പണമുണ്ടാക്കുകയാ, പെട്ടെന്ന് തേങ്ങ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് രണ്ട് അടിമകൾക്ക് കാശ് കൊടുത്തിട്ട് അവരെ സ്വതന്ത്രരാക്കുകയാ. 2 അടിമകളെ മോചിപ്പിക്കുകയാ. വലിയ പണം കൊടുത്താലേ ഒരു അടിമയെ കിട്ടുള്ളൂ. അടിമച്ചന്തയിൽ ചെന്നിട്ട് 2 അടിമകൾക്ക് വില പറഞ്ഞു. എന്നിട്ട് 2 പേരെയും വാങ്ങിയിട്ട് പറയുന്നു, നിങ്ങളിതാ സ്വതന്ത്രരാ, നിങ്ങളിതാ സ്വതന്ത്രരാ. എന്തിന്റെ പേരിലെന്നറിയോ? ഹജ്ജിന്റെ ഏതെങ്കിലും കർമ്മങ്ങളിൽ വീഴ്ച വന്നതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ റമളാൻ മാസത്തിന്റെ പകലില് നോമ്പ് മുറിക്കുന്ന ഏതെങ്കിലും കാരണമുണ്ടായതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പടച്ചവനുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഉമ്മയെ തീറ്റ വിളിച്ചതിന്റെ പേരിലുമല്ല, ഉമ്മ വിളിച്ച വിളിക്ക് മറുപടി കൊടുത്തപ്പോൾ ഉമ്മാടെ ശബ്ദത്തെക്കാൾ ശബ്ദമൊന്നു കൂടിപ്പോയി എന്നതിന്റെ പേരില് 2 അടിമകളെ മോചിപ്പിച്ച മഹാനാ ഇമാം ഔൻ റളിയല്ലാഹു അൻഹു. ഇത് ഒരു ഭാഗമാണ്. ഇനി മറ്റൊരു ഭാഗം നിങ്ങൾക്കറിയണോ സഹോദരങ്ങളെ? അവ്വാം ഇബ്നു ഖൗശബ് റളിയല്ലാഹു തആല അൻഹു, അവ്വാം ഇബ്നു ഖൗശബ് റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാനൊരു ദിവസം ഒരു പള്ളിയുടെ മഖബറയിലൂടെ നടന്നു പോയപ്പോൾ ആ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്നൊരു കഴുതയുടെ കരച്ചിൽ കേൾക്കുകയാ, ഒരു കഴുതയുടെ വിളി കേൾക്കുകയാ. എന്താ കഴുതയുടെ പ്രത്യേകത എന്നറിയോ? ഏറ്റവും വലിയ മോശമായ ശബ്ദം ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാ. ആ കഴുതയുടെ ഓരിയിടൽ വല്ലാത്ത അരോചകം സൃഷ്ടിക്കുന്ന ശബ്ദമാ. ആ ശബ്ദത്തിൽ ഖബർസ്ഥാനിൽ നിന്നൊരു വിളി കേൾക്കുകയാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോ അല്ലാ അല്ലാ, ഒരു ഖബറടാ പിളർന്നു കിടക്കുകയാ. ആ ഖബറിനകത്തേക്ക് എത്തി നോക്കുമ്പോ ഒരു മനുഷ്യനതാ ഇരുന്ന് വലിയ വായിൽ കരയുകയാ. ആ മനുഷ്യന്റെ പ്രത്യേകത അറിയുമോ? ജസദുഹു ജസദുൽ ഇൻസാൻ, മനുഷ്യന്റെ ശരീരമാണ്, പക്ഷേ റഅസുഹു റഅസുൽ ഹിമാർ, കഴുതയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു മനുഷ്യനാ ഖബറിനകത്തിരുന്ന് വലിയ വായിൽ കരയുകയാ. അത് ഖബറിന്റെ ഭിത്തിക്ക് മുകളിലേക്ക് വരുമ്പോൾ ആ ശബ്ദമതാ കഴുതയുടെ ശബ്ദമായി മാറുകയാ. ആ സമയത്ത് മഹാനായ അവ്വാം ഇബ്നു ഖൗസബ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷം പകച്ചു നിൽക്കുകയാ. എന്താണ് ഏതാണ് ഈ ഖബർ? ആരാണ് ഖബറിന്റെ ഉള്ളില്? അതുവഴി പോയ ഒരാളോട് ചോദിച്ചു, ആ ഖബറിന്റെ അവസ്ഥ എന്താ അറിയുമോ? അയാളെ നിങ്ങൾക്ക് ഇല്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതൊരു അസ്ർ നമസ്കാരത്തിന് ശേഷമായി സംഭവം നടന്നത്. ഇതാരുടെ ഖബറാണ്? ആ സമയത്ത് അവിടെ നിന്ന് ആള് പറഞ്ഞു കൊടുത്തു, അതൊരു മനുഷ്യൻ, മദ്യപാനിയായിരുന്ന മനുഷ്യനാ, കള്ളുകുടിയനായിരുന്ന മനുഷ്യനാ. അയാൾക്ക് ഉമ്മയുണ്ടായിരുന്നു വീട്ടില്. ആ ഉമ്മയുടെ മുന്നിലേക്ക് കള്ളും കുടിച്ചു വന്നിട്ട് മോശമായ വാക്കുകൾ പറയുമായിരുന്നു. ആ സമയത്ത് ഉമ്മ അവനെ ഉപദേശിച്ചു, മോനെ മദ്യപിക്കല്ലടാ, കള്ളു കുടിക്കല്ലടാ, മോനെ നന്നാകടാ. ഇത് ഉമ്മ ഉപദേശിച്ച് ഒരു ദിവസം ഉമ്മയോട് അവനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇന്നമാ തൻഹഖീന കമാ യൻഹഖുൽ ഹിമാർ, കഴുത വിളിക്കും പോലെ വിളിക്കല്ല ഉമ്മ. ഉമ്മയുടെ ഉപദേശം അവന് കഴുതയുടെ സ്വരം പോലെ ചേർത്തിട്ട് പറഞ്ഞു, ഉമ്മ കഴുതയുടെ കരച്ചിൽ കരയും പോലെ നിങ്ങൾ കരയല്ലേ. എന്നാ മനുഷ്യൻ പറഞ്ഞു. കുറെ നാൾ കഴിഞ്ഞിട്ട് അയാൾ മരിച്ചു. മരിച്ചതൊരു അസർ കഴിഞ്ഞിട്ടാണ്. അയാളെ കൊണ്ടുവന്ന് ഖബറടക്കി. എല്ലാ അസറിന് ശേഷവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എല്ലാവർക്കും ഭയമാണ് ഇതുവഴി വരാൻ. നിങ്ങൾ ചോദിക്കും, എത്രയോ ഉമ്മമാരെ ചീത്ത വിളിച്ച മക്കളെ തലച്ചിറയിലെ ഖബറടക്കി, എത്രയോ ഉമ്മമാരെ ചീത്ത വിളിച്ച മക്കളെ കുന്നിക്കോട് പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കിയിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ കരച്ചില്. അവ്വാം ഇബ്നു ഖൗസബിനെ പോലെ ധീരന്മാരാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവ്വാം ഇബ്നു ഖൗസബിനെ പോലെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മളത് കേൾക്കാത്തത്. ഒരു ചെറിയ മൃഗത്തെ കൊണ്ടുവന്ന് ഖബറിന്റെ അടുത്ത് കെട്ടി നോക്ക്. കള്ളുകുടിയന്റെ ഖബറില്, നിസ്കാരമില്ലാത്തവന്റെ ഖബറില്, വ്യഭിചാരിയുടെ ഖബറില്, പലിശക്കാരന്റെ ഖബറില്, റസൂലുള്ളാഹിനെ അധിക്ഷേപിക്കുന്നവന്റെ ഖബറില്, ഔലിയാക്കളെ തള്ളിപ്പറയുന്നവന്റെ ഖബറില് ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ട് കെട്ടി നോക്കുവോ? ആ മൃഗം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും ഓടുന്നതും കാണാ. എന്തുകൊണ്ടെന്നറിയോ? ജിന്ന് മനുഷ്യ വിഭാഗമല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും ഖബറാളികളുടെ നിലവിളി കേൾപ്പിക്കുമെന്ന് ലോകത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവന്റെ ജീവനായ ലോകം കണ്ട ഏറ്റവും വലിയ അനുഗ്രഹീതമായ അനുകരണത്തിന്റെ ആവിഷ്കാരങ്ങള് തന്റെ അകതാരിന്റെ അകക്കാമ്പിൽ ആണിക്കല്ലിട്ടുറപ്പിച്ച സ്നേഹത്തിന്റെയും താല്പര്യത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഹുബിന്റെയും എല്ലാ പരിധികളെയും ലംഘിച്ചുകൊണ്ട് വാരിയെല്ലുകളിൽ നിന്ന് തകർത്ത് പുറത്തേക്ക് വരുന്ന പ്രണയത്തിന്റെ പ്രതീകമായ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരു ഭാഗത്ത് ഇമാം ഔൻ റളിയല്ലാഹു അൻഹു ഉമ്മ വിളിച്ചപ്പോൾ അതിനേക്കാൾ വലിയ ശബ്ദത്തിൽ മറുപടി കൊടുത്തു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ രണ്ടടിമകളെ മോചിപ്പിക്കുന്നു. ഇപ്പുറത്ത് അവ്വാം ഇബ്നു ഖൗസബ് റളിയല്ലാഹു തആല അൻഹു കണ്ടത് ഉമ്മ മദ്യപിച്ചു വരുന്ന മകനെ ഉപദേശിച്ചതിന്റെ പേരിൽ കഴുത നിലവിളിക്കുമ്പോൾ നിങ്ങൾ നിലവിളിക്കല്ലേ എന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട മകന് മരിച്ചതിന് ശേഷം ഖബറില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത ശിക്ഷ, അവന്റെ നിലവിളി പുറത്തേക്ക് വരുന്നത് കഴുതയുടെ
ശബ്ദത്തിലാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഉമ്മ നമ്മുടെ ജീവനാകണം, വാപ്പ നമ്മുടെ ജീവനാകണം. നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മൾ ഓരോരുത്തരുടെയും സർവസ്വവുമായി മാറണം. അത് പുണ്യമായ ആരാധനയെന്ന് മാത്രമല്ല, തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ബുഖാരിയിലുള്ളത് മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളെങ്കിൽ പിന്നെ പ്രസംഗമൊന്നും നടക്കൂല. നമുക്കെല്ലാം ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. ഇത് നമ്മൾ അറിയാത്തതിന്റെ പേരില്ല. നമ്മുടെ സഹോദരങ്ങൾക്കൊന്നും ഈ ബുഖാരി ഏത് മുസ്ലിം ഏതെന്ന് അറിയാത്തത് കൊണ്ടാണ്, അല്ലാതെ വേറെ അവർക്ക് എതിർപ്പുള്ളത് കൊണ്ടോ വിഷമമുള്ളത് കൊണ്ടൊന്നും അല്ല. ഒരാൾ ഒരിക്കൽ ജുമാ കഴിഞ്ഞിറങ്ങും വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അത് ബുഖാരി മാത്രം നിങ്ങൾ അംഗീകരിക്കോ? അതെ, ബുഖാരി മാത്രം അംഗീകരിക്കൂ. ഞാൻ പറഞ്ഞത് മുഹമ്മദ് ബിൻ ഇസ്മായിലിന്റെ ഹദീസാണ്, അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ല, അടങ്ങുന്ന ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നേ ഇല്ല. പാവം. ഞാൻ പറഞ്ഞു, സഹോദര, തലച്ചിറ സലീമുൽ ഹാദി ഉസ്താദ് എന്ന് പറയുന്നത് പോലെ, തലച്ചിറ ഷാജാ മൗലവി എന്ന് പറയുന്നത് പോലെ, തലച്ചിറ അബൂബക്കർ ജീലാനി എന്ന് പറയുന്നത് പോലെയാണ് ബുഖാരി എന്ന് പറയുന്നത്. ബുഖാരി എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ സ്ഥലമാണ്, ബുഖാറ. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ്. പേരും നാടും പോലും തിരിച്ചറിയാതെയാണ് ബുഖാരിലുണ്ടോ എന്ന് നമ്മളിൽ പലരും ചോദിക്കുന്നത്. അത് നമ്മളോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ടോ ദീനിനോടുള്ള അനിഷ്ടം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്നാ ഒന്ന് വന്നിരിക്കുമോ ഏതെങ്കിലും മതപണ്ഡിതന്മാർ? നമ്മുടെ പ്രസംഗത്തിനല്ല, മതപണ്ഡിതന്മാരുടെ പ്രസംഗത്തിന് വന്നിരിക്കുവോ? അതില്ല, അതിന് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരും മനസ്സിരുത്തി ചിന്തിച്ച് ആലോചിച്ച് അടിവരയിട്ട് മനസ്സിൽ കോറിയിടേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ട ഉമ്മ. അള്ളാഹുവിന്റെ തൗഹീദിന്റെ തൊട്ടുടനെ പറഞ്ഞതാണ് നിങ്ങൾ ഉമ്മയെ ബഹുമാനിക്കണമെന്ന്. ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുള്ള എല്ലാ മക്കളും ആ പ്രിയപ്പെട്ട ഉമ്മയെ പൊന്നുപോലെ കൊണ്ട് നടക്കണം. ഭാര്യയ്ക്ക് നമ്മൾ ഈ സ്നേഹം കൂടുമ്പോ എന്താ കൊടുക്കുന്നത്? എന്താ കൊടുക്കുന്നത്? പറഞ്ഞോളി. കൊടുക്കാത്തവര് മക്കൾക്ക് പോട്ടെ, മക്കൾക്ക് സ്നേഹം നമ്മുടെ ജീവനാണല്ലോ മക്കള്. ഒരിക്കൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ തങ്ങളെ ഇങ്ങനെ വാരി എടുത്ത് മുത്തം കൊടുത്തോണ്ടിരുന്നപ്പോ ഒരു ആദിവാസി കയറി വന്നു. ആദിവാസി എന്ന് പറഞ്ഞാൽ അയറാബി കയറി വന്നു. നിങ്ങൾ മുത്തം കൊടുക്കുവോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരുണയുള്ളവനെ കരുണ കാണിക്കാൻ പറ്റൂ. എങ്ങനെ മുത്തം കൊടുക്കണമെന്ന് മുത്തു റസൂൽ പഠിപ്പിച്ചു. ഇടത്തെ കൈകൊണ്ട് കുഞ്ഞിന്റെ പിടലിയിൽ പിടിച്ചിട്ട് വലത്തെ കൈകൊണ്ട് അവന്റെ ദാടിയലിൽ പിടിച്ചിട്ട് അവന്റെ ചുണ്ടിൽ ചുംബനം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഇതിനപ്പുറം എന്താ നമ്മുടെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്? മക്കളോട്, മക്കളെടാ വാപ്പാക്ക് സ്നേഹം വരുമ്പോ എന്താ തരുന്ന? പറ, ഉറച്ചു പറ, ഉറക്കെ പറ. അത് തന്നെ ഉമ്മ. അപ്പൊ മക്കൾക്ക് കൊടുക്കുന്നതിന്റെ പേരെന്താ? മക്കൾക്ക് കൊടുക്കുന്നതിന്റെ പേരെന്താ? ഉമ്മ. ഞാൻ ചോദിക്കുന്നില്ല വാപ്പ ഉമ്മക്ക് എന്താ കൊടുക്കുന്നതിന്, ഇനിയിപ്പോ ബഹളം ഉണ്ടാവും, വേണ്ട. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ വികാരം ഉമ്മയാണ്. ഒരു ചുംബനം തരട്ടെ എന്നല്ല ആരും ചോദിക്കുന്നത്. കാമുകി കാമുകിനോട് ഒരു ചുംബനം തരട്ടെ എന്നല്ല ചോദിക്കുന്നത്, ഒരു ഉമ്മ തരട്ടെ. വേറെ ഒരു വാക്കും കിട്ടിയില്ലേ? ഈ ഉമ്മ ചുംബന കിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ സ്നേഹം അങ്ങോട്ട് പ്രകടമാക്കാൻ. എങ്ങനെ പ്രകടമാക്കുക? സ്നേഹം പ്രകടമാക്കാൻ നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കുക. അറബികളെ കണ്ടിട്ടില്ലേ? അറബികൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിയിൽ ചുംബിക്കും. ഉസ്താദന്മാര് വന്നാൽ അവരുടെ കൈ പിടിച്ച് മുത്തും. അൽഹംദുലില്ലാ. അല്ലാതെ അവർക്ക് ഇനി 10,000ന്റെ കെട്ട് വെച്ചു കൊടുത്താലും നമുക്ക് തൃപ്തി വരൂല. ആ കൈ പിടിച്ചിങ്ങനെ അൽഹംദുലില്ലാ, അതാണ് സന്തോഷം. അപ്പൊ ഈ കൊടുക്കുന്ന സ്നേഹ സമ്മാനത്തിന്റെ വികാരത്തിന്റെ പേര് വാപ്പ എന്നല്ല, ഭാര്യ എന്നല്ല, മക്കളെന്നല്ല, പിന്നെയോ അതിന്റെ പേര് ഉമ്മ. അതല്ലേ നമ്മുടെ ഉമ്മ? അത്രയും വിശാലമായ ഒരു സങ്കല്പമാണ് ഉമ്മയെങ്കിൽ ആ പ്രിയപ്പെട്ട ഉമ്മ ഇമാം മുഹമ്മദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാ, ഒരു സഹാബിയുടെ കഥ കേട്ടോ. ഒരു സഹാബിയുടെ കഥ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ഉറങ്ങി.
ഞാൻ ഉറങ്ങുമ്പോ ഫറഅയ്തുനി ഫിൽ ജന്ന, കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലഭ സ്വർഗത്തിലാണ് ഞാനുള്ളത്. ഉറക്കത്തിൽ ഞാൻ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോവുകയാ. അള്ളാന്റെ ഹബീബ് ഉടലോടെ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. ഉണർവില് ഉറക്കത്തിൽ അള്ളാന്റെ റസൂല് സ്വർഗത്തിൽ പോയിട്ടുണ്ട്. രണ്ടും ഹദീസുകളിൽ കാണാം. ആ ഉറക്കത്തിൽ അള്ളാന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് പോയ കഥ പറയുകയാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം അഹ്മദ് സിഹാഹു സിത്തയുടെ പണ്ഡിതൻ. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മാജ, നസായി, തുർമുദി, സിഹാഹു സിത്ത അല്ലെങ്കിൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾ അംഗീകരിക്കും. ഈ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവിയാണ് റിവായത്ത് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിൽ പോയി ഉറക്കത്തില് ആ സമയത്ത് സമയത്ത് സൗത ഖാരിഇൻ യഖറഊ, സ്വർഗ്ഗത്തിൽ നിന്ന് ആരോ ഖുർആൻ ഓതുന്നു. അല്ലാഹ് എത്ര ഭാഗ്യം ചെന്നവനാ ഹബീബ്. ഇവിടെ നിന്ന് സ്വപ്നയാത്രയിൽ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ആ സ്വർഗ്ഗത്തിനകത്തിരുന്ന് ആരോ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കേട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, ഞാൻ ചോദിച്ചു മലായികത്തുകളോട്, മൻഹാദാ, ആരാണ് അതിനകത്തിരുന്ന് ഖുർആൻ ഓതുന്നതെന്ന് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു. എന്നെ കൊണ്ടുപോകുന്ന മലായികത്തുകളോട് സാധാരണ യാത്രയിലെ സഹയാത്രികൾ ജിബ്രീലും മീകായിലുമാണ്. വലത്ത് ജിബ്രീലുണ്ട്, ഇടത്ത് മീകായിലുണ്ട്. എപ്പോഴും റസൂലുള്ളാഹിന്റെ യാത്ര ആകാശത്തിലാകുമ്പോ വലത്ത് ജിബ്രീലും ഇടത്ത് മീകായില്, ഭൂമിയിലാകുമ്പോ വലത്ത് അബൂബക്കർ ഇടത്ത് ഉമർ റളിയല്ലാഹു അൻഹുമാ. എപ്പോഴും റസൂലുള്ള പോകുന്നത് അങ്ങനെയാ. ഒറ്റയ്ക്ക് റസൂലുള്ള പോകൂല. എവിടെ പോയാലും വലത്ത് അബൂബക്കർ സിദ്ദീഖ്, ഇടത്ത് ഉമർ ഫാറൂഖ്. ആകാശയാത്രയാകുമ്പോ വലത്ത് ജിബ്രീൽ, ഇടത്ത് മീകായില്. അങ്ങനെ യാത്ര പോയി ജിബ്രീലിനോട് ചോദിച്ചു, മൻഹാദാ, ഇരുന്ന് ഖുർആൻ ഓതുന്നതാരാ? അവര് പറഞ്ഞു, ഹാരിസത്ത് ബിൻ നുഅ്മാൻ. അദ്ദേഹം ഹാരിസത്ത് ബിൻ നുഅ്മാനാ, ഒരു സഹാബിയാണ്. ചെറിയ സഹാബിയല്ല. അദ്ദേഹം ആരെന്നറിയോ? ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ. ആണുങ്ങളാണ്, പർവ്വത സമാനമായ ചങ്കൂട്ടത്തിന്റെ പ്രതീകങ്ങളാണ് എന്ന് നമ്മൾ പാടി പുകഴ്ത്തുന്ന ബദരീങ്ങളിൽപ്പെട്ട സഹാബിയ ഹാരിസത്ത് ബിൻ നുഅ്മാൻ. ഹാരിസത്ത് ബിൻ നുഅ്മാനാണ് നബിയെ ഖുർആൻ ഓതുന്നത്. എവിടെ ഇരുന്ന്? പള്ളിയിലല്ല, സ്വർഗ്ഗത്തിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ ബീവി പറയുകയാ, റസൂലുള്ള പറയുകയാണ്, കദാകൽ ബിർ കദാകൽ ബിർ കദാകൽ ബിർ. അതാണ് ഉമ്മയോടുള്ള ബഹുമാനത്തിന് കിട്ടുന്നത്. അതാണ് ഉമ്മയോട് ഗുണം ചെയ്യുന്നവന് കിട്ടുന്നത്. അതാണ് ഉമ്മയോട് ഗുണം ചെയ്യുന്നവന് കിട്ടുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, കാന അബറന്നാസി ബി ഉമ്മിഹി, ഉമ്മയോട് ഇത്രത്തോളം ഗുണം ചെയ്യുന്ന ഒരു മോനെ ഞാൻ കണ്ടിട്ടില്ല. ഇതാരുടെ കഥയാണ്? നക്ഷത്രതുല്യരായ സഹാബാക്കളിൽ പ്രമുഖനായ മഹാന്മാരായ ബദരീങ്ങളിൽ ഒരാളായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥയാ. അദ്ദേഹം കാന അബറന്നാസി ബി ഉമ്മിഹി, ഉമ്മയോട് ഏറ്റവും നല്ല ഗുണത്തിൽ ഇടപെട്ടിരുന്ന സ്നേഹമുള്ള മോനായിരുന്നത്രേ. അല്ലാഹു കൊടുത്ത സമ്മാനം സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. തലച്ചിറ പള്ളി കയറി നിന്ന് ഖുർആൻ ഓതാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ നമുക്ക്? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ, അല്ലെങ്കിൽ ഞാനൊരു അതിന്റെ ഗൗരവത്തിലെടുക്കുക, അതിന്റെ വ്യാപ്തി പറഞ്ഞതാണ്. കിട്ടിയിട്ടുണ്ടോ? ഇല്ല. മസ്ജിദുൽ ഹറമിൽ പോയാൽ നമുക്കൊന്ന് ഖുർആൻ ഓതാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കഅബാലയത്തിന്റെ അകത്ത് നമുക്കിരുന്ന് ഖുർആൻ ഓതാൻ ഭാഗ്യം കിട്ടിയോ? ഇല്ല. ഇതൊന്നും കിട്ടാത്ത നമുക്ക് സ്വർഗ്ഗത്തിനകത്തിരുന്ന് ഖുർആൻ ഓതിയ ഒരു മകൻ ഉപ്പയോട് കാണിച്ച സ്നേഹത്തിന് അല്ലാഹു കൊടുത്ത സമ്മാനമാണെന്ന് കേൾക്കുമ്പോ നമുക്ക് നിഷ്പ്രയാസം കഅബയുടെ അകത്തിരുന്ന് ഓതാൻ പറ്റിയില്ലെങ്കിലും, റിയാദുൽ ജന്നയിലിരുന്ന് ഓതാൻ പറ്റിയില്ലെങ്കിലും, പരിശുദ്ധ ഹറമിനകത്തിരുന്ന് ഓതാൻ പറ്റിയില്ലെങ്കിലും, കാരണം ഇതൊക്കെ പോലീസ് അങ്ങ് പൂട്ടിയെന്നിരിക്കട്ടെ, തലച്ചിറ പള്ളിയിൽ ഇരുന്ന് ഓതാൻ പറ്റിയില്ല. ഇമാമും കമ്മിറ്റിക്കാരും കൂടെ പൂട്ടി. അല്ല കാത്തിരക്ഷിക്കട്ടെ, അങ്ങനെ പൂട്ടൂല. പൂട്ടിയ പള്ളികളുണ്ട് കോവിഡിന്. അന്യ മഹല്ലുകാർക്ക് പ്രവേശനമില്ല.
ഒരു പള്ളിയിലെ ബോർഡാ. ഇതേതാ? അന്യമഹല്ല്. കോവിഡിന് എഴുതി വെച്ചിരുന്നതാണ്, അന്യമഹല്ലുകാർക്ക് പ്രവേശനമില്ല. ഇതൊക്കെ എഴുതി വെക്കുമ്പോഴാണ് അള്ളാഹു പണി തന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ് പശുവും പാലില് പണിയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പണി തന്നുകൊണ്ടിരിക്കും. യാചന നിരോധിത മേഖല പള്ളിയിൽ. പണ്ടുള്ളവർ പറയുന്നത് എന്താ? പോയി പള്ളി പറയടാന്നാ. കാരണം എന്താ? പള്ളി സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. മദീനയിലെ കഷ്ടപ്പാടും വിശപ്പും ഉള്ളവൻ പള്ളിയിലാ വരുന്ന. മുളർ ഗോത്രത്തിന്റെ ഒരു സംഘം വന്നപ്പോ നബിതങ്ങൾ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചിട്ട് പിരിച്ചു കൊടുത്തു, പള്ളിക്കകത്ത് പിരിച്ചു കൊടുത്തു. സഹീഹായ ഹദീസ്. മുളർ ഗോത്രത്തിൽപ്പെട്ട പാവങ്ങൾ വന്നപ്പോ നമ്മുടെ പള്ളികൾ എഴുതി വെച്ചിരിക്കുന്നു യാചന നിരോധിത മേഖല. പാവങ്ങൾ പിന്നെ എവിടെ പോവും? പാവങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടൊന്നപ്പോ ഒരാൾ ഗൾഫിൽ നിന്ന് വിളിച്ചു, ബഹ്റൈനിൽ നിന്നാ വിളിച്ചത്. ചിലപ്പോ ആ മൂപ്പര് ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ടാവും. ബഹ്റൈനിൽ നിന്ന് വിളിച്ചു, എന്നോട് ചോദിച്ചു, ഉസ്താദേ ഈ പിന്നെ പെൺകുട്ടിയുടെ കല്യാണത്തിന് വാപ്പമാര് തെണ്ടുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത്? ഞാൻ പറഞ്ഞ മഹലിലെ ഖാദിയോട് ചോദിക്കും. ഞാൻ പ്രാസംഗികനാണ്, അല്ലാതെ ഫത്വ പറയുന്ന പണ്ഡിതനല്ല. അല്ല, അത് എന്നാലും കേൾക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ അതിനെല്ലാം മരുന്ന് വെക്കേണ്ടത്. മുറിവ് അവിടെയല്ല, മുറിവിൽ കൊണ്ടുവന്ന് മരുന്ന് വെക്ക്. കാല് മുറിയമ്മ തലയിൽ മരുന്ന് വെച്ചാ പൊറുക്കോ? മുറിവിന് മരുന്ന് വെച്ച് കെട്ട്. അതെന്താ? ഇങ്ങനെ കെട്ടാൻ നടക്കുന്ന പയ്യന്മാരെ പിടിച്ചിട്ട് വിലക്കണം. ഇത് മതപരമല്ല, അങ്ങോട്ട് മഹർ കൊടുത്താ കെട്ടേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അതാരാ പറയേണ്ടത്? അടുത്ത ചോദ്യം. അപ്പൊ എനിക്ക് മനസ്സിലായി വശപ്പശകണ്ടെന്ന്. കാരണം ഇത് വരുന്ന വഴി മനസ്സിലായി. നിങ്ങളുടെയൊക്കെ ജോലി എന്തെന്നാണ് ഈ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു മതപണ്ഡിതന്മാര് എത്ര പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു സംവദിക്കാനുള്ള സമയമില്ല, ഞാനൊരു സ്ഥലത്ത് വഴലിന് പോവുകയാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഉടനെ വാട്സപ്പിൽ മെസ്സേജ്, എന്റെ എല്ലാം കൂടെ ഉള്ള ആളിന്റെ. ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു മസലയാണ്, അത് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്ക് സ്റ്റേജ് കിട്ടുന്നുണ്ടാവും, 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കിട്ടുന്നുണ്ടാവും, നിങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ പൊക്കോളി, എനിക്ക് അത്രയും തരാനില്ല, അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണ്ട എന്നൊക്കെ വെച്ചിട്ട് എന്നിട്ട് വേണ്ട വേറെ ജോലിക്കൊന്നും പോയിക്കൂടെ? ഇതിങ്ങനെ ഇരിക്കെ ചൊറിഞ്ഞുകൊണ്ട് ഈ ചിലർക്ക് JCBയുടെ പല്ല് ഇതുണ്ടല്ലോ, JCBയുടെ കൈ കൊണ്ട് ചൊറിഞ്ഞു കൊടുത്താൽ പോലെ ഈ നാക്കിന്റെ കടി മാറാത്ത ചില ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്കിത് ഏത് കൗമാന്ന് മനസ്സിലായി, ഇത് ഏത് വകുപ്പിൽപ്പെട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അതിനൊന്നും മറുപടി കൊടുക്കാൻ നിന്നില്ല, അതങ്ങനെ അങ്ങ് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, വിശുദ്ധമായ സ്വർഗലോകത്തിന്റെ അനുഗ്രഹീതമായ അതിന്റെ ഉള്ളറകളിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഒരു പ്രിയപ്പെട്ട മകനെ സമ്മാനിച്ചത് ഉമ്മയോടുള്ള ബഹുമാനത്തിന്റെ പേരിലാണ് എങ്കിൽ നമുക്ക് ഏറ്റവും അനിവാര്യമാകേണ്ടത് ആ കാര്യമാണ്. അത്രയും വലിയ സ്നേഹനിധിയായ ഉമ്മയെ നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടി നമ്മൾ നോക്കണം. മരണപ്പെട്ട ഉമ്മമാർക്ക് ഇനി എന്താ, വാപ്പയുമ്മയും മരിച്ചു സാറേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? പള്ളിക്കാട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വിഷമിക്കണ്ട. അതിനുള്ള കാരണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഇൻഷാ അല്ലാഹ് അവസാനം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്ന വിഷയം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാചന നിരോധിത മേഖലയും എഴുതി വെച്ചു. അവസാനം അവിടെ നിന്ന് പള്ളികളായ പള്ളികളിൽ നിന്ന് കളക്ഷന് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കി പള്ളികളിൽ. ഇത് പൊതുവഴിയല്ല എന്ന് എഴുതി വെച്ചു. ആ പൊതുവഴിയല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നതിലൂടെ ആളുകൾ പൊതുജനങ്ങൾക്കകത്ത് കയറിയിട്ട് വലിയ വലിയ പാത്രങ്ങൾ എടുത്തിരുത്തിയിട്ട് തുഴഞ്ഞു കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാക്കി പ്രളയത്തിലെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയൊക്കെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മയെ സ്നേഹത്തോടെ പൊന്നുപോലെ നോക്കിക്കോളി. അള്ളാഹു നമുക്കതിനുള്ള ഏറ്റവും വലിയ പ്രതിഫലം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു തരും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ലോകത്തും പരലോകത്തും അള്ളാഹ് തരുമെന്ന് പറയുമ്പോൾ വെറുതെ അല്ല. നിങ്ങൾക്കറിയണോ, നമുക്കിപ്പോ ഒരു വാതിൽ തുറന്നു കിട്ടിയെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ വേറെ ഒന്നുകൊണ്ട് പറഞ്ഞില്ല, അബൂബക്കർ സാഹിബിനെ ഞാൻ ഈ അടുത്ത സമയത്താ പരിചയപ്പെടുന്നത്. അപ്പോ ഞാൻ മൂപ്പരുടെ വീട്ടിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി. അപ്പൊ ഞാൻ തലച്ചിറയിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ മൂപ്പരുടെ വീട് എവിടെയാണ്? അപ്പൊ ഞാനും കുറച്ച് ഉസ്താദന്മാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, എന്തെങ്കിലും പള്ളിക്കോ അല്ലെങ്കിൽ യതീംഖാനയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാകണം. അപ്പൊ വീട് പറഞ്ഞു തന്നു, അവിടെ ഇന്ന സ്ഥലത്താണ്. മൂപ്പരുടെ വീടിന്റെ വാതില് ആ പുതിയ വീടിന്റെ ആ ഭാഗം അടച്ചിട്ടിരുന്നു. അപ്പൊ നമ്മൾ കരുതി ഉണ്ടാവൂല.
അപ്പുറത്ത് ചെന്നപ്പോ തുറന്നു കിടക്കുന്നു. അപ്പൊ മൂപ്പർ അവിടെ നടക്കുകയാണ്. അപ്പൊ മൂപ്പരുണ്ടെന്ന് പറയും. അപ്പൊ ഒരു കാര്യത്തിന് വന്നപ്പോ വാതിൽ തുറന്നു കിടക്കുമ്പോ നമുക്ക് എന്താണ്, അതിലൊരു സന്തോഷമുണ്ട്. ഇത് പൈസയുടെ വിഷയം ഞാൻ ഉദാഹരണം പറഞ്ഞത് കണക്കൂട്ടണ്ട നിങ്ങൾ. ചില ആളുകൾ ചോദിക്കുന്നു, ഈ പണക്കാരന്റെ വീട്ടുമുറ്റത്ത് എപ്പോഴും മുസ്ലിയാക്കന്മാരെ കാണാം, എന്ന ഒരു മൊയ്ലിയാരെ വീട്ടിന്റെ മുമ്പിൽ പണക്കാരനുണ്ടോ എന്നൊരാൾ ചോദിച്ചു. അപ്പൊ അതിന് മറുപടി കൊടുത്ത എന്താണെന്നറിയോ? പണക്കാരന്മാർക്ക് ഇൽമിന്റെ മഹത്വം അറിയില്ല, പക്ഷെ പണ്ഡിതന്മാർക്ക് പണത്തിന്റെ മൂല്യം അറിയാം. അതുകൊണ്ടാണ്. പക്ഷെ ഈ പണക്കാരനെ എല്ലാരും അറിയാം. ഞാനിപ്പോ ഒരു യാത്രയിൽ കടലുണ്ടി തങ്ങളെ കണ്ടപ്പോ എന്റെ ചങ്കാണ് അബൂബക്കർ ജീലാനി, കടലുണ്ടി തങ്ങളെ പറഞ്ഞത്. അപ്പൊ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നിങ്ങൾ ആരും കരുതണ്ട മൂപ്പര മൗലിദ് എങ്ങനെ പാടിയിട്ട് പോക്കറ്റ് മാറ്റോണ്ട് പോകാനാണ്. ഞാൻ വാങ്ങയില്ല, തരയില്ല, കൊടുക്കുകയും വേണ്ട. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോ നമ്മുടെ മുന്നിൽ അതിന്റെ വാതിൽ തുറന്നു കിടന്നാൽ നമ്മൾ എത്ര സന്തോഷവാന്മാരാണ്. എന്നാ സ്വർഗത്തിലേക്ക് നമ്മൾ പോകാനല്ലേ എല്ലാം ചെയ്യുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണ്? ഈ കമ്മിറ്റിക്കാർ നിങ്ങളെ മഹല്ലിൽ നിന്ന് പുറത്താക്കുവോ? വഴലിന് വന്നില്ലെങ്കിൽ എന്നാ പിന്നെ കാരണമല്ല. നിങ്ങൾ ആരെങ്കിലും മഹല്ലിൽ നിന്ന് പുറത്താക്കുവോ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് തരുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാ നിങ്ങൾ വന്നത്? ഒറ്റ കാര്യം, അള്ളാഹു എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം. ആ പറയുന്ന പൊട്ടന്മാരാണെങ്കിലും പറയുന്ന കാര്യം ഒരു ഉൾക്കൊള്ളാനില്ലെങ്കിലും ചെന്ന് ഇരിക്കുന്നത് റസൂല് പറഞ്ഞ സദസ്സിലാണല്ലോ, അങ്ങനെയെങ്കിലും സ്വർഗം കിട്ടുമല്ലോ. ആ ആഗ്രഹത്തിൽ വന്നിരുന്നവരല്ലേ നിങ്ങൾ. നിങ്ങളുടെ മുന്നിൽ ദിവസവും സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക. അറിയുന്നുണ്ടോ? സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക ഇതാരറിയുന്നുണ്ട്? എപ്പോഴാ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏതൊരു മുസ്ലിം പ്രഭാതത്തിലാകുമ്പോൾ മാതാപിതാക്കൾ ആ മകനെ തൊട്ട് സംതൃപ്തനാണോ, മാതാപിതാക്കൾ ആ മോളെ തൊട്ട് സംതൃപ്തനാണോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ കാന ലഹു ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന. സ്വർഗത്തിന്റെ വാതിൽ അവന്റെ നേരെ തുറക്കപ്പെടുകയാ. രണ്ടു പേരാണ് മാതാപിതാക്കള്. ഈ മാതാവും പിതാവും ജീവിച്ചിരിക്കുമ്പോൾ നേരം വെളുത്ത് കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമായപ്പോൾ വാപ്പ മോനേന്ന് സ്നേഹത്തോടെ വിളിച്ചു, ഉമ്മ മോളേന്ന് സ്നേഹത്തോടെ വിളിച്ചു. വാപ്പയും ഉമ്മയും നമ്മളിൽ സംതൃപ്തരാണ്, സംപ്രീതരാണ്. ഇത് മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ ഉടനെ ചിന്തിച്ചോ, നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളെ സ്നേഹത്തോടെ വിളിച്ച, നമ്മുടെ കാത്ത് നമ്മുടെ വീട്ടിലിരുന്നാൽ, സ്നേഹത്തോടെ ചോറ് വിളമ്പി തന്നാൽ, മോനെ നീ എവിടെയാ പോകുന്നത്, എപ്പോഴാ വരുന്നതെന്ന് സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചാ മനസ്സിലാക്കിക്കോ, മഫ്തൂഹാനി മിനൽ ജന്ന. ആ നിമിഷം രണ്ട് വാതിലുകൾ സ്വർഗത്തിന്റെ അല്ലാഹ് തുറക്കുകയാ. ചിലര് ചിന്തിക്കും വാപ്പ മരിച്ചുപോയി ഉമ്മയെ ഉള്ളോ. ഇത് റസൂലുള്ളാഹിയുടെ സഹാബത്തിനും ഉണ്ടായി. സഹാബാക്കൾ ചോദിച്ചു, നബിയേ ഇനി ഒരാളാണെങ്കിലോ? റസൂലുള്ള പറഞ്ഞു, ഇൻകാന വാഹിദ ഫവാഹിദു. ഒരാളാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഒരു വാതിൽ അല്ലാഹു തുറന്നു തരും. രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോൾ വിലയറിയില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ജീവിച്ചിരിക്കുമ്പോ അവിടെ വിലയറിയില്ലെന്ന്. അത് എന്ത് വിലയാണ്? കണ്ടുകൊണ്ടിരിക്കാനുള്ള പൂതിയല്ല. പിന്നെയോ സ്വർഗത്തിന്റെ രണ്ട് വാതിലുകൾ തുറക്കപ്പെടുകയാ. ഒരാളങ്ങ് മരണപ്പെട്ടു പോയാൽ പിന്നെ ഒരു വാതിലല്ലേ തുറക്കപ്പെടുകയുള്ളൂ. നിങ്ങൾക്കറിയോ, മഹാനായ ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അശ്ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്ന മോനാ, ഉമ്മാക്ക് നന്നായിട്ട് ഖിദ്മത്ത് എടുക്കുന്ന മോനാ. ആ പ്രിയപ്പെട്ട മകന്റെ വീട് രണ്ട് നിലയാണത്രേ. മുകളിലത്തെ നിലയിലേക്ക് ഉമ്മയെ കയറ്റേണ്ട ആവശ്യം വരുമ്പോൾ ആ പ്രിയപ്പെട്ട മകന് തോളപ്പെടുത്ത് ചുമന്നുകൊണ്ടാ മുകളിലേക്ക് പോകുന്നത്. ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മയെ തോളപ്പിരുത്തിയിട്ട് മുകളിലേക്ക് കയറി പോവുകയാ. അങ്ങനെ പോകുമ്പോൾ ഇന്നത്തെ പോലെ നല്ല മാർബിൾ അല്ലല്ലോ, ഗ്രാനൈറ്റ് അല്ലല്ലോ, ഇന്നത്തെ പോലെ ടൈലല്ലല്ലോ, ഇന്ന പോലെ പരവതാനി അല്ലല്ലോ, ഇന്നത്തെ പോലെ മുസല്ല ഇല്ലല്ലോ. അന്ന് പോകുന്ന വഴി അറിയാമല്ലോ,
മണല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മണ്ണും വെള്ളവും കൂട്ടിക്കലർത്തിയിട്ട് ഈത്തപ്പന ഓലകൾ കൊണ്ടിട്ട് മേൽക്കൂര നിർമ്മിക്കുന്ന വീടുകളാ തട്ടിമ്പുറങ്ങളാണ്. അങ്ങനെ കയറി പോകുമ്പോൾ പൊടിപടലങ്ങൾ ഉമ്മാന്റെ ദേഹത്ത് പറ്റിയാലോ എന്ന് ചിന്തിച്ചിട്ട് ഉമ്മയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് മകൻ ചെയ്യുന്നത് എന്തെന്നറിയോ? കുറച്ച് വെള്ളം കൊണ്ടുവന്നിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തളിക്കുകയാ. എന്നിട്ട് ഉമ്മാനെ തോളത്തിരുത്തിയിട്ട് കയറി പോകുന്നു. ചോദിച്ചു, എന്തിനാണ്? എന്റെ ഉമ്മയുടെ മൂക്കിലൂടെ, കണ്ണിലൂടെ, ചെവിയിലൂടെ, വായിലൂടെ പൊടി കയറിയാലോ? അങ്ങനെ പൊടി പുടരാത്ത രീതിയിൽ, പൊടി പറ്റാത്ത നിലയിൽ ഉമ്മയെ നോക്കി വളർത്തിയ പൊന്നുമോനാണ് ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം ഉമ്മ അങ്ങ് മരിച്ചുപോയി. മരിച്ചുപോയ ഉമ്മാന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് പൊന്നുമോന് ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഉമ്മയെ പൊന്നുപോലെ നോക്കിയ മോനല്ലേ, ഉമ്മാന്റെ പൊന്നുമോനല്ലേ, പിന്നെന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തെന്നറിയോ? കാനൽ ബിർറു ബിഹാ ബാബം മിൻ അബ്വാബിൽ ജന്ന. എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഗുണം ചെയ്യുന്നത് സ്വർഗ്ഗവാതിൽ ഓപ്പൺ ചെയ്യാനുള്ള, സ്വർഗ്ഗവാതിൽ തുറക്കാൻ കാരണമല്ലേ? ഫലമ്മാ മാതത്ത് ഉഗ്ലിക ദാലികൽ ബാബ്. എന്റെ ഉമ്മ ഇന്ന് മരിച്ചിരിക്കുകയാ. ഇനി ദുനിയാവിൽ വെച്ച് എന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കൂലല്ലോ, സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കരഞ്ഞു പോയത് എന്ന് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതന്റെ കരച്ചിലാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. കടപ്പാടും കടമകളും തീരാൻ പറ്റുമോ? ഇല്ല. എത്ര എഴുതിയാലും തീരില്ല, എത്ര പാടിയാലും തീരില്ല, എത്ര പറഞ്ഞാലും തീരില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനില് ഉമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? മഹാനായ അബൂ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കലും ഞാൻ അബൂ ദർദാ എന്ന സഹാബിയുടെ അടുത്തിരിക്കുകയാണ്. മഹാനായ അബൂ അബ്ദുറഹ്മാൻ സലമി എന്നയാൾ താബിആണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇരിക്കുമ്പോ ഒരിക്കൽ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് ആ മനുഷ്യൻ അബൂ ദർദാ തങ്ങളോട് പറയുകയാണ്, അബൂ ദർദാ തങ്ങളെ, എന്റെ ഉമ്മയും ഞാനും മാത്രമാണ് വീട്ടിലുള്ളത്. ഉമ്മ എന്നെ നിർബന്ധിച്ചൊരു കല്യാണം കഴിക്കാൻ. ഞാൻ പറഞ്ഞു, വേണ്ട ഉമ്മ, എനിക്ക് എന്റെ ഉമ്മ മാത്രം മതി, സ്നേഹം പകുത്തെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കെപ്പോഴും എന്റെ ഉമ്മയെ കാണണം, എനിക്കെപ്പോഴും എന്റെ ഉമ്മയോട് കിന്നാരം പറയണം, എനിക്ക് എന്റെ ഉമ്മയ്ക്ക് എപ്പോഴും സേവനം ചെയ്യണം. അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ടാന്ന് പറഞ്ഞിരിക്കുമ്പോ ഉമ്മ നിർബന്ധിച്ചു. തങ്ങളെ, അബൂ ദർദാ തങ്ങളെ, ഉമ്മയുടെ വാക്ക് കേട്ട് ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ ഉമ്മ എന്നോട് പറയുന്നവളെ മൊഴിച്ചൊല്ലുമോനെ, അവനെ മൊഴിച്ചൊല്ലുമോനെ, കല്യാണം തലാക്ക് ചെല്ലാൻ എന്നോട് പറഞ്ഞിരിക്കുകയാ. ഞാൻ എന്താ വേണ്ടത് അബൂ ദർദാ തങ്ങളെ എന്ന് ചോദിച്ചിട്ട് ഒരാൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു. അബൂ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹു മാറി നിൽപ്പുണ്ട്. ആ സമയത്ത് അബൂ ദർദാ തങ്ങൾ എന്താണ് പറയുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് കാതുകൂർപ്പിച്ചു നിൽക്കുമ്പോ അബൂ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ ദർദാ തങ്ങൾ അയാളോട് പറഞ്ഞത്, ഞാൻ എന്തു പറയാനാ, നിന്റെ ഉമ്മ നിന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു. എന്നിട്ട് നീ അതിനെ മൊഴിച്ചെല്ലാം പറയുന്നു. നീ എന്ത് വേണമെന്നല്ലേ ചോദിക്കുന്നത്? ഞാൻ എന്ത് പറയാനാ? എന്തായാലും നിങ്ങൾ പറഞ്ഞേ പറ്റൂ. എനിക്കാകെ വിഷമമാണ്, സങ്കടമാണ്, ആശങ്കയാണ്. ആ സമയത്ത് അബൂ ദർദാ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ഒരു ഹദീസാണ്. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന. ഈ ഒരൊറ്റ ഹദീസ് മാത്രം അങ്ങ് പറഞ്ഞു കൊടുത്തു. അൽവാലിദു, മാതാവും പിതാവും, ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തെ വാതിലാണ്. എന്നിട്ട് അബൂ ദർദാ തങ്ങൾ പറഞ്ഞു, വേണമെങ്കിൽ ആ വാതിൽ നിലനിർത്തിക്കോ, അല്ലെങ്കിൽ നശിപ്പിച്ചോ, അല്ലെങ്കിൽ നശിപ്പിച്ചോ. രണ്ട് കാര്യം പഠിക്കണം. ഒന്ന്,
ഉമ്മ മൊഴി ചൊല്ലാൻ പറഞ്ഞാൽ ആ ഉമ്മ പറയുന്ന വാക്കിനെ വില കൽപ്പിക്കുന്ന മക്കൾ, അതാണ് ബാധ്യത.